Hello everyone. Welcome to our channel Spicy and Pastry. ഇന്നത്തെ റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ മൂന്നാർ പോയപ്പോഴത്തേക്ക് കണ്ട ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ഫ്ലോറ ആൻഡ് ഫോണ ഇക്കോ പാർക്ക്. ഇത് അടിമാലി കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊരു 2 മാസമൊക്കെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ ഡെസ്റ്റിനേഷൻ സ്പോട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു റെസ്റ്റോറൻറ്റ് തപ്പി പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ട് കയറിയതാണ്. പക്ഷേ വേർത്തായിരുന്നു കേട്ടോ പോയപ്പോൾ. ഇതുപോലെ കുറേ ഫിഷും ബേർഡ്സും ഇപ്പം നമ്മുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ബേർഡ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ പോകാനായിട്ട് നല്ല ഇഷ്ടപ്പെടും ഈ സ്ഥലം. ഈ ബേർഡ്സൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്ന് ഇരിക്കും. ഇപ്പോൾ അവർ നമുക്കൊരു ഫീഡ് ചെയ്യാൻ കുറച്ച് സീഡ്സൊക്കെ കയ്യിലിട്ട് വരും. അപ്പോഴാണ് അതെല്ലാം പറന്ന് നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കും. പിന്നെ കുറേ ഇതുപോലെ കാണാൻ വെറൈറ്റീസ് ഓഫ് ബേർഡ്സും ആനിമൽസും ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഓസ്ട്രിച്ചും എമു അതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ഗാർഡൻ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ആനിമൽസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ പശുവും വെറൈറ്റി ഓഫ് ഷീപ്പ്, വെറൈറ്റി ഓഫ് ഗോട്ട് ഒക്കെ ഉണ്ട്. വെറൈറ്റി ഓഫ് പിജിയൻ ബേർഡ്സിൻ്റെ ഒക്കെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ഇവിടെ മൈക്രോ സ്ക്വിറൽ, ചെറിയ ടൈപ്പ് സ്ക്വിറൽ, മൈസ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പൈത്തണിൻ്റെ ചെറിയൊരു പൈത്തൺ ഒക്കെ ഉണ്ട്. നമുക്ക് വേണേൽ തൊടുകയോ കഴുത്തേലിടുകയോ ഒക്കെ ചെയ്യാം. സ്പൈഡറിനെ വരെ പേടിക്കുന്ന എൻ്റെ കൊച്ച് അവിടെ ചെന്ന് പൈത്തനെയൊക്കെ എല്ലാവരും കഴുത്തയിലൊക്കെ ഇടുന്നത് കണ്ടപ്പോൾ അവനൊരു കൗതുകം തോന്നി. അവരും കഴുത്തയിലൊക്കെ ഇടണം, തൊടണമെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങ് ഞെട്ടിപ്പോയി അത് കേട്ടപ്പോൾ. പിന്നെ അവർ കൊടുത്തു. പിന്നെ കഴുത്തയിലൊക്കെ ഇട്ട് കൊടുത്തു. ഒരു പേടിയില്ലാണ്ടൊക്കെ നിന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയി. രണ്ടുപേരും നല്ല പൂമാല ഇട്ടേക്കുന്ന പോലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴുത്തയിൽ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം കാണാനായിട്ടൊക്കെ. ഇവിടെ റാബിറ്റ്സ് ആണ്. അതിലൊരു റാബിറ്റ്, നല്ല ഫറൊക്കെ ഉള്ളൊരു റാബിറ്റ് വെറൈറ്റി ആയിട്ടുണ്ട്. അത് ഞങ്ങൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലായിരുന്നു. ഹോഴ്സ് റൈഡൊക്കെ വേണ്ട ആൾക്കാർക്ക് ആ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഒരു പാർക്ക് സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾ ആ പാർക്ക് കണ്ടപ്പോൾ നേരെ പോയി അതിൽ കയറി കളിയായി. പാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടുപേർക്കും പോരണമെന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ ബേർഡ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെയും കൂടെ കയറി. ഈ ബേർഡ്സ് നമ്മുടെ കയ്യിലൊക്കെ വന്ന് പറന്നിരിക്കും കേട്ടോ. ആദ്യം അത് വരാൻ വേണ്ടി അവർ നമുക്ക് പ്ലേറ്റിൽ ഫുഡൊക്കെ വെച്ച് തരും. അതിന് ശേഷം അത് നമ്മുടെ കയ്യിലൊക്കെ വന്ന് ഇതുപോലെ ഇരിക്കും. പിന്നെ എക്സിറ്റ് വഴി ഇറങ്ങുമ്പോൾ നല്ലൊരു ഷോപ്പുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അവിടുന്ന് വാങ്ങിച്ച ഐറ്റംസാണ് ഇതൊക്കെ. പിള്ളേർ ഒന്നും വിട്ടിട്ടില്ല. കുറേ സാധനങ്ങളൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പെന്നിൻ്റെ വെറൈറ്റീസാണ്. അപ്പോൾ അവർക്ക് കളിക്കുകയും ചെയ്യാം, പേന യൂസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് കണ്ടപ്പം അതൊക്കെ എടുത്തു പിള്ളേർ.
ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയമായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. കാരണം ഈ സ്ഥലം എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം ഞങ്ങളും അറിഞ്ഞുകൊണ്ട് പോയ സ്ഥലമല്ല, അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയി എൻജോയ് ചെയ്യാം. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മൂന്നാർ പോയതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കുമേ. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.